നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 43 സീറ്റുകളാണ് സഖ്യം പിടിച്ചെടുത്തത്. അതിൽ തന്നെ സമാജ്വാദി 37 സീറ്റുകളും കോൺഗ്രസ് 6 സീറ്റുകളും നേടിയെടുത്തു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും വലിയ സീറ്റായ അലഹബാദ് ഉൾപ്പെടെ പിടിച്ചെടുത്തു എന്നുള്ളത് ആധിപത്യം പകരുന്ന, അതുപോലെ തന്നെ ആവേശം പകരുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഈ ഒരു ഇക്വേഷനുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നിയമസഭയിലും ഈ ഒരു കണക്കിലേക്ക് സീറ്റ് വീതം വയ്ക്കൽ നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ് ഇരുവരും. കോൺഗ്രസുമായി സഹകരിക്കുന്നത് കൊണ്ട് നേട്ടം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അഖിലേഷ് യാദവ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അഖിലേഷ് യാദവിന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, വർഗീയ ധ്രുവീകരണം ഇനി നടപ്പിലാക്കാൻ BJPക്ക് ഉത്തർപ്രദേശിൽ കഴിയില്ല. അവിടെ യോഗിയുടെ ബുൾഡോസർ തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, BJPയുടെ ഡബിൾ എഞ്ചിന് ഇനി അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ജനങ്ങൾ ഇപ്പോൾ തന്നെ മാനസികമായി അകന്നു കഴിഞ്ഞിരിക്കുന്നു. അയോധ്യ ഉൾപ്പെടെ നിൽക്കുന്ന ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടിയുടെ മിന്നുന്ന വിജയം BJPയെ തകർത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അയോധ്യ വിഷയം ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണ കാർഡിറക്കി എല്ലായിടത്തും വിജയിച്ചു കയറാം എന്നുള്ളതായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. അങ്ങനെയാണ് BJPക്ക് അടിതെറ്റിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം 70 സീറ്റെങ്കിലും നേടിയെടുക്കും എന്ന ചിന്തയുമായാണ് BJP രംഗത്തിറങ്ങിയത്. എന്നാൽ ഫലം വന്നപ്പോൾ വലിയ നഷ്ടമാണ് ഉണ്ടായത്. പകുതി സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. 40 സീറ്റ് പോലും നേടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് BJPക്ക് കേവല ഭൂരിപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേടാൻ കഴിയാത്തത്. ആ കേവല ഭൂരിപക്ഷം നേടിയിരുന്നെങ്കിൽ ഇതൊന്നുമായിരുന്നില്ല കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതുപോലെ ഭരണഘടനയെ ഭേദഗതി ചെയ്തു കളയും, ഭരണഘടനയെ വെല്ലുവിളിച്ച മോദിയെ കൊണ്ട് ഭരണഘടനയെ തൊട്ടുതൊഴിപ്പിച്ച ഇന്ത്യൻ രാഷ്ട്രീയമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമൊക്കെ എടുത്ത പങ്ക് വളരെ വലുതാണ്. ഭീം ആർമി നേതാവായ ചന്ദ്രശേഖർ ആസാദ് രാവണും സഖ്യത്തിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് ദളിത് വിഭാഗത്തെ തന്നെയാണെന്നും BSP എന്ന കപടനാട്യം മാത്രം കാഴ്ചവെക്കുന്ന മായാവതിയുടെ പാർട്ടിയെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും യഥാർത്ഥ കാൻഷീറാമിൻ്റെ പാർട്ടി, യഥാർത്ഥ അംബേദ്കറിൻ്റെ ഐഡിയോളജി എല്ലാം കാത്തു സൂക്ഷിക്കാൻ ഇനി ഭീം ആർമിക്ക് കഴിയുകയുള്ളൂ എന്ന് ചന്ദ്രശേഖർ ആസാദ് രാവണും പറയുന്നു. സമാജ്വാദിയുടെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൻ്റെ തെരുവോരങ്ങളിൽ നടന്നത്. എല്ലാ മേഖലകളിലും അവിടെ സാധാരണഗതിയിൽ ജാതി രാഷ്ട്രീയമാണ് സമാജ്വാദി പയറ്റുന്നത് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണം. അത് വാസ്തവത്തിൽ സമാജ്വാദി പാർട്ടിക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. യാദവർക്കും മുസ്ലിങ്ങൾക്കുമാണ് കൂടുതൽ സീറ്റുകൾ നൽകുന്നത് സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞവർക്കെതിരെയുള്ള മറുപടി കൂടിയായിരുന്നു ഇത്തവണത്തെ രാഷ്ട്രീയ പോരാട്ടം. അതിൽ പാർട്ടി വിജയം കണ്ടു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അഖിലേഷ് യാദവ് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നും കോൺഗ്രസ് സമാജ്വാദി പാർട്ടി മുന്നണി UP ഭരിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നും കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.